എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തവണ പഠിക്കാനായിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്, ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ കണ്ടന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മൊത്തം 11 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മൊത്തം 11 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി +1 10 ചാപ്റ്റേഴ്സ് നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ +2 വീണ്ടും അടുത്ത 11 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇതിന്റെ ഓരോരോ പോർഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ +1 കണ്ടതാണല്ലോ എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരുന്നത് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി +1 കണ്ടതാ അല്ലെ C++ പ്രോഗ്രാമിംഗ് എന്താണെന്ന്. അപ്പൊ അതൊന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ബേസിക്സ് ഓഫ് C++, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, നെസ്റ്റഡ് ലൂപ്സ്, ജംപ് സ്റ്റേറ്റ്മെന്റ്സ്, ഇത്ര അടങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അറേസ് ആണ്. അറേ ആൻഡ് ഇറ്റ് നീഡ്സ്, അറേ ഓപ്പറേഷൻസ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേസ്, ദെൻ മെമ്മറി അലോക്കേഷൻ ഫോർ സ്ട്രിങ്സ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഓൺ സ്ട്രിങ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. അടുത്തത് വരുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കൺസെപ്റ്റ് ഓഫ് modular programming, functions in C++, predefined functions, user defined functions, scope and life of variable and functions. Okay, ഇത്രയുമായിരുന്നു നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ വരുന്നത്. ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്റർ വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതൊരു ഇച്ചിരി വലിയ ഒരു ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത് നോക്കാം. ആദ്യം തന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്, വെബ് സെർവർ ടെക്നോളജീസ്, വെബ് ഡിസൈനിങ്, static and dynamic web pages, scripts, cascading style sheet, basic concept of HTML document, creating HTML document, essential HTML tags, then some common tags, HTML entities for reserved characters, adding comments in HTML document, inserting images. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി ഒരു വലിയ ചാപ്റ്റർ ആണിത്, ബട്ട് അത്ര പാടുമില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാകും എന്നൊക്കെയുള്ളത് നമുക്ക് കാണാം. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും HTML ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് വെബ് ഡിസൈനിങ് യൂസിങ് HTML ആണ്. അതിനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വീണ്ടും HTML കുറിച്ച് തന്നെയാണ്. HTML നമ്മൾ ലിസ്റ്റ് ഇൻ HTML, അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ലിങ്ക്സ്, ഇൻസേർട്ടിംഗ് മ്യൂസിക് ആൻഡ് വീഡിയോ, ദെൻ ക്രിയേറ്റിംഗ് ടേബിൾസ് ഇൻ എ വെബ് പേജ്, ഡിവൈഡിംഗ് ദ ബ്രൗസർ വിൻഡോ, ഫോംസ് ഇൻ വെബ് പേജസ്, ഓവർവ്യൂ ഓഫ് HTML5. ഇത്രയും കാര്യങ്ങളാണ് HTML കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ, നമ്മൾ ജാവ പവർഫുൾ ആണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രേമം സിനിമയിൽ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ജാവാസ്ക്രിപ്റ്റ്, ക്രിയേറ്റിംഗ് ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, വേരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, built-in functions, accessing values in a textbook using JavaScript, ways to add script to a web page. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്താണ് വെബ് ഹോസ്റ്റിംഗ്, ദെൻ ഫ്രീ ഹോസ്റ്റിംഗ്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം, റെസ്പോൺസീവ് വെബ് ഡിസൈൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിന് എന്തൊക്കെയാണ് വരുന്നത്, കൺസെപ്റ്റ് ഓഫ് ഡേറ്റാബേസ്, കമ്പോണൻസ് ഓഫ് DBMS എൻവയോൺമെന്റ്, DBMS എൻവയോൺമെന്റ്. അടുത്ത നമുക്ക് വരുന്നത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡേറ്റ ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ യൂസേഴ്സ് ഓഫ് ഡേറ്റാബേസ്, റിലേഷണൽ ഡേറ്റ മോഡൽ, terminologies in RDBMS,
റിലേഷണൽ ഓൾജിബ്ര. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 3 ചാപ്റ്റേഴ്സും കൂടെ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു? 8 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, SQL. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. SQL എന്താണെന്നാണ് ആദ്യം പറയുന്നത്. Then working on my SQL commands, creating tables, inserting data into tables, retrieving information from tables, modifying data in tables, changing the structure of a table, deleting rows from a table, removing table from a database, nested queries, concept of views. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? നമ്മുടെ 9th ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത നമ്മുടെ 10th ചാപ്റ്റർ എന്ന് പറയുന്നത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓവർവ്യൂ ഓഫ് ആൻ എന്റർപ്രൈസ്, കൺസെപ്റ്റ് ഓഫ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP, ബിസിനസ് പ്രോസസ് engineering, implementation of ERP solution providers or ERP packages, then benefits and risk of ERP and related technologies. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 10th ചാപ്റ്ററിൽ വരുന്നത്. Then next chapter and the last chapter എന്ന് പറയുന്നത് എന്താണ്? ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. മൊബൈൽ കമ്പ്യൂട്ടിംഗ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ICT ഇൻ ബിസിനസ്, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇത്രയും ഒക്കെയാണ് നമ്മുടെ +2 നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഏകദേശം എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളതെന്നും ഓരോ ചാപ്റ്ററിലും എത്രയൊക്കെ കണ്ടന്റുകളുണ്ട്, എന്തുമാത്രമാണ് അത് ഉള്ളതെന്നും എന്തൊക്കെയാണ് ഉള്ളതെന്നും ഒക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് നല്ല ഉഷാറായിട്ട് ഇതെല്ലാം പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.